അപ്പൊ ഇന്നത്തെ തള്ളു വിശ്വസിച്ചല്ലോ. അപ്പൊ ഇന്നത്തെ cheers to Georgia. Cheers. Strong ആണ്. ഓ വെരി ഗുഡ് ആടാ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റുമോന്ന് അറിയില്ല. അങ്ങ് ബാക്കില് ടൗണിന്റെ ഒക്കെ ബാക്കിൽ ഒരു മല കാണാം. സോ ഇന്ന് നമ്മൾ ഈ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ടെലവി എന്ന് പറയുന്ന, ടെൽ അവീവ് അല്ല, അത് ഇസ്രയേലാണ്. ഇത് ടെലവി എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയില്ല, ഒരു ബ്യൂട്ടിഫുൾ വൈൻ റീജിയൻ ആണ്. സോ ഇന്ന് നമുക്ക് കുറച്ച് ഈ ഒരു വില്ലേജ് ആണ്. സോ നമുക്ക് ഒരു വില്ലേജിന്റെ എക്സ്പ്ലോറേഷൻ ചെയ്യാം. നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മൾക്ക് ഗ്രാമങ്ങളിലൊക്കെ ഈ ആൽമരം ഇല്ല, അതിന്റെ അടിയിലൊക്കെ ഇരുന്ന ആൾക്കാർ ഒരു മീറ്റിംഗ് കൂടുവോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമൊക്കെ ഇല്ലേ, അത് ഇവിടെയുണ്ട്. ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് എ പിലിഗ്രിമേജ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആദ്യമേ പോകുന്ന അങ്ങോട്ടാണ്. നമുക്കിപ്പോൾ നാട്ടിലൊരു അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കുന്ന പോലെ ഇവിടെ നിന്നാണ് ശരിക്കും തുടങ്ങുന്നത്. സോ ആദ്യമേ നമുക്ക് അവിടെ പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈനറി, അതുപോലെ ഇവിടുത്തെ ഓൾഡ് ടൗൺ എല്ലാം എക്സ്പ്ലോർ ചെയ്യാം. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് കാം ഓവർ ഹിയർ. ഓഫ് സീസണും കൂടെയാണ്. അപ്പോൾ ഗെറ്റ് റെഡി ടു എക്സ്പ്ലോർ ദിസ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് ടെലവി. തലൈവി അല്ല, ഇതേ വന്നു. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞപ്പോഴേക്ക് വന്നു കുറയണം. അപ്പളേ ഇന്ന് നമ്മൾ പരിപാടികൾ ഇവിടുത്തെ ഒരു ലോക്കൽ ഫീലൊക്കെ ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട് നമ്മുടെ ഇതിന് തൊട്ടടുത്ത. ആ പള്ളി പോയി ഒന്ന് കണ്ടിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. വലിയ തണുപ്പില്ല, ഇന്ന് ഓവർ ഡ്രസ്ഡാ പ്രിയയും അമ്മിയും. അതെ, ടിബ്ലീസിനെക്കാട്ടി തണുപ്പ് കുറവാ ഇവിടെ. ഒന്നുമല്ല, അതെ ഡാഡി ഇവിടെ ഉണ്ടോ? ആ അതിവിടെയല്ല, അടുത്ത സ്ഥലത്താ. ഇനി 6 സ്ഥലമുണ്ട്. ആദ്യമേ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഈ സ്ട്രീറ്റ്സിൽ കൂടെ നടക്കുമ്പോൾ ഉള്ള ഒരു ഫീല് അതൊന്നും അനുഭവിക്കണം ഗൈസ്, അതൊന്നും അനുഭവിക്കണം. ഞാൻ ജോർജിയ ഇത്ര അടിപൊളിയാന്ന് ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടാ. ദിസ് ഇസ് ലൈക്ക്, എനിക്ക് എസ്പെഷ്യലി ഐ ലൈക്ക് ലെസ് ക്രൗഡഡ്, യുനോ, അത്രയും ആൾക്കാരെ അന്ന് എക്സ്പ്ലോർ ചെയ്യാത്ത പ്ലേസ്. ആൻഡ് ദിസ് ഇസ് വൺ അമേസിങ് പ്ലേസ്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരു 10-30 മീറ്റർ നടന്ന ഈ ഒരു പഴയ ചേർച്ച് എത്തുവേ. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു 16th or 17th സെഞ്ചുറി ആണ്. ഇത് വെർജിൻ മേരിയുടെ ചേർച്ചാണ്. സോ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് നമ്മുടെ വ്ളോഗ് കാണാം. ഈ ചേർച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ മൗണ്ടൻ റേഞ്ചസ്. ഡാഡി പള്ളി കയറിയാ? അത്രേ ഉള്ളൂ, ചെറിയ പള്ളിയാ. എന്തായാലും പഴയ ചേർച്ച്. ഈ കാണുന്നതാണ് ഇവരുടെ സിറ്റി സെന്റർ. ഇപ്പൊ ഈ പള്ളി ഒരെണ്ണമുണ്ട്, ഇവിടെ ചെറിയൊരു പാർക്ക് ഏരിയ ഉണ്ട്. ആൻഡ് ഇതൊരു ബാങ്ക്. ആൻഡ് ഈ ഒരു നടക്കുന്ന ഒരു കിലോമീറ്റർ 2 കിലോമീറ്റർ ഉള്ളു ഇവരുടെ സിറ്റി. അത് സിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു വില്ലേജാ. നമ്മുടെ വാസം പറഞ്ഞ കടവന്ത്ര ജംഗ്ഷൻ മാതിരിയേ ഉള്ളൂ. ജംഗ്ഷൻ അല്ല, ഫുൾ കടവന്ത്ര പോലും അല്ല, അത്രേ ഉള്ളൂ. എന്നിട്ട് ബാക്കിയൊക്കെ വൈനറീസാ ഈ ഏരിയയില്. വൈൻ ടേസ്റ്റ് ചെയ്യണ്ടേ? ചെയ്യോ? അപ്പൊ പിന്നെ ഇവിടെയാണ് ഏറ്റവും ബെസ്റ്റ് വൈൻ ഇൻ ജോർജിയ. അത് ബോട്ടിൽ വാങ്ങിച്ചത് ജോർജ് ഡാഡിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടറാ ജോർജിക്ക്. സമ്മറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേ ആയിരിക്കില്ല കേട്ടോ സിറ്റുവേഷൻ. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് വിസിറ്റഡ് ടൂറിസ്റ്റ് പ്ലേസസ് ഇൻ ദ സമ്മേഴ്സ്. പക്ഷെ വിന്റേഴ്സിൽ ബിക്കോസ് വൈൻ യാർഡ്സും വൈൻ എക്സ്പീരിയൻസസ് ഒന്നും കാര്യമായിട്ട് ഇല്ലാത്തത് കൊണ്ട് അധികം ആൾക്കാരില്ല. ഇതൊരു ഞാൻ കാണിച്ചു തരാം, സിറ്റിയുടെ നടുക്കുള്ള സ്ഥലം കാണിച്ചു തരാം. കാണുന്നതാണ് ഇവരുടെ സ്ക്വയർ എന്ന് പറയുന്ന ഏരിയ. ഇവിടുന്ന് ആണ് എല്ലാ കഫേസ്, ഒരു ബാർബർ ഷോപ്പ്, കുറച്ച് ഹോട്ടൽസ്, ഒരു ബാങ്ക്, ഒരു പള്ളി, ഒരു സൂപ്പർ മാർക്കറ്റ്. 1-2 അത്രേ ഉള്ളൂ ഇവരുടെ ഒരു പണ്ടത്തെ രീതിയാണെങ്കിലും ഇന്നാണെങ്കിലും. പിന്നെ ഇവിടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഗോ ടു ദ മ്യൂസിയംസ് ആൻഡ് സ്റ്റഫ്. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇന്ന് ഫുൾ ജോർജിയയിൽ ഇന്നാണ് ക്രിസ്മസ് ട്രീ ലൈറ്റിംഗ് ഇവിടെ ഉണ്ട്. അപ്പൊ പറ്റുമെങ്കിൽ പോയി അതും കാണാം. അതിൻ്റെ കൂടെ ലൈവ് മ്യൂസിക്, കോൺസേർട്ട് എല്ലാം കാണും ഭാഗ്യം ഉണ്ടെങ്കിൽ. പുകയില്ല, അത്രയും തണുപ്പില്ല.
ചെറുതായിട്ടേ ഉള്ളൂ. കോളേജ് പിന്നെ എന്തായാലും കാണും, കുറച്ച് മാറിയായിരിക്കും, അത് സെൻട്രലായിരിക്കില്ല. പിന്നെ എനിക്ക് തോന്നുന്നു പുതിയ കാലം തൊട്ട് കുറേ ഉള്ളത് വൈൻ ഷോപ്സ് ആണ്. ഇഷ്ടം മാതിരി വൈൻ ഷോപ്സ് ഉണ്ട്, അതിനിവിടെ ഒരു കുറവുമില്ല ജോർജിയയില്. അതെ, നല്ല രസമല്ല ഇരിക്കാനും ചില്ലിയാനും. ഒട്ടും ക്രൗഡ് ഇല്ല, ട്രാഫിക് ഇല്ല, ആൾക്കാരൊക്കെ കുറവാ. ഞാൻ പറഞ്ഞില്ലേ വൈൻ സീസൺ അല്ല, വൈൻ സീസണിലാണ് ഇവിടെ ഭയങ്കര റഷ്. ഇപ്പൊ കാലിയ. പ്രിയക്ക് കോപ്പി ചെയ്യാൻ പറ്റിയ അടുത്ത ഐഡിയ, വെറുതെ ഗിഫ്റ്റ് പാക്കറ്റ്സ് എടുത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. നല്ല കിടിലൻ ഡെക്കറേഷൻ അത്. ഞാൻ നടക്കണം എന്ന് പറയില്ലേ, നമ്മളിപ്പോൾ ഒരു ടൂർ ഗൈഡിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളും ചിലപ്പോൾ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇത് കണ്ട, ഇതൊരു ചെറിയ ആലിവേ സ്ട്രീറ്റ് വേ ആണ്. ഇതിലെ ഇന്നോവേഷൻ കണ്ട, ഇതില് ഗ്രാഫിറ്റിയില് ആ പൈപ്പാണ് ആളുടെ മൂക്ക്. ഇതൊക്കെ എന്തൊരു യുണീക്കാ, ചെറിയ ചാംസ് വിച്ച് വിൽ റിമെമ്പർ ഫോർ എവർ. നമ്മൾ ജോർജിയയിലെ ടെലവി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ കൂടെ നടന്നപ്പോൾ ഉള്ള ഒരു ആർട്ട്, ഇതൊക്കെ ഒരു സംഭവം തന്നെയാണ്. അതേ പറഞ്ഞേ, ദിസ് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ട്രാവലിംഗ് എലോൺ ആൻഡ് നോട്ട് ഇൻ എ ഹറീഡ് പേസ്. ഡെക്കറേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഐ തിങ്ക് ഇന്നിവിടെ ഒരു സംഭവമായിരിക്കും രാത്രി ആവുമ്പോൾ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പ്ലെയിൻ ട്രീ, ബാനിയൻ ട്രീ, അതിന്റെ വരെ ബോർഡുണ്ട്. സോ യു നോ ഇറ്റ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്. നോ, കിങ്സ് പാലസ്, മ്യൂസിയം, എവറിത്തിങ് ഇസ് വാക്കബിൾ. ഇത്രയും വാക്കബിൾ ആയിട്ടുള്ള സിറ്റി വളരെ റെയർ ആയിരിക്കും. ബാ, ബിൽഡിംഗ് നോക്ക്, ഒരു ജയ്പൂർ പാലസ് ഒക്കെ പോലെ ഉണ്ട്. ശരിക്കും ഒരു ജയ്പൂരിയൻ ലുക്ക്. അതെ, ഇവിടെ ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട് ക്രിസ്മസ്, മറ്റേ കോൺസേർട്ടും ക്രിസ്മസ് ട്രീ ഒക്കെ ഇന്ന് തന്നെ പരിപാടിയായിരിക്കും. അപ്പം ഞാൻ പറയാം, എല്ലാം അടുത്താണ്. ഈ ഒരു ഫോട്ടോ നോക്ക്, ഇത് പഴയ പാലസ് ആയിരുന്നു, കിങ്സ് പാലസ്, അങ്ങനെ അവിടെ ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് നോക്ക്, മൗണ്ടൻസ്, കിങ്ങിന്റെ വ്യൂ. ഇതാ പണ്ട് രാജാവിന്റെ കോട്ടയായിരുന്നത്, ഫോർട്ട്. എല്ലായിടത്തും ജയ്പൂർ വരെ കണ്ടില്ലേ, നടുക്ക് ഒന്നില്ലെങ്കിൽ മൗണ്ടൻ അല്ലെങ്കിൽ ലേക്ക്, എന്തെങ്കിലും വേണം. എന്നെ പോലെയാണോ പണ്ടത്തെ ജന്മത്തിൽ ഞാൻ വല്ല രാജാവോ റാണിയോ വല്ലായിരിക്കും. അതാണ് എനിക്ക് എന്തോ വരുന്നുണ്ട്. ഇത് കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് സ്വിറ്റ്സർലൻഡിലും പ്രാഗിലൊക്കെ നടക്കുന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ദ കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ്സ്, പഴയ ബിൽഡിങ്സ്, ഫോർട്രസസ്. ഇത് കുറച്ചും കൂടെ ഒരു യൂറോപ്യൻ ടച്ചും വരുന്നുണ്ട് USSR കാട്ടി കൂടുതൽ. നടുക്കൊരു മോഡേൺ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് മ്യൂസിയം ആവാനാണ് സാധ്യത. നമ്മുടെ ഈ പാലസിന്റെ ഫ്രണ്ടിൽ തന്നെ കിങ് എറിക്കലെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഇറ്റ്സ് സോ മജസ്റ്റിക് സ്റ്റാച്ചു. ബാക്കിൽ പാലസ്, സൈഡിൽ മൗണ്ടൻസ്. ഐ തിങ്ക് ദിസ് പ്ലേസ് ഇസ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സീനിക്. ഇത് കണ്ട ഒന്നും കാണില്ല, പക്ഷെ ദിസ് ഈസ് ആക്ച്വലി വെരി പവർഫുൾ, വെരി സിംബോളിക് ഓഫ് തെലവി. ഇത് 900 years ഓൾഡ് ആണ് ഈ ബാനിയൻ ട്രീ. ഇത് സെറ്റ് ഇവിടെ വന്ന് പോകുന്നവർക്ക് പ്രോസ്പാരിറ്റിയും ഗുഡ് ഹെൽത്തും എല്ലാം വെച്ച് ബ്ലെസ് ചെയ്യുന്നു. ഇതിപ്പം സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ തിരക്കില്ലാത്ത. പക്ഷെ ഇപ്പോഴും ഇവിടെ ഫ്രണ്ടിൽ മറ്റേ അമ്പലത്തിലൊക്കെ വെച്ച് വെക്കുന്ന പോലത്തെ കുറച്ച് സോവനിയേഴ്സും ടോയ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ അതിനെക്കുറിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ബാക്കിലൊരു കഫേ ഉണ്ട്. അതിനോ വ്ളോഗിൽ കാണുമ്പോൾ ഇപ്പോൾ ഒന്നും തോന്നില്ല, പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇമാജിൻ വാട്ട് ദിസ് ട്രീ ഹാസ് വിറ്റ്നസ്ഡ്. 900 years ഓഫ് ഹിസ്റ്ററി ആലോചിച്ച് നോക്ക്. ആൻഡ് സാധാരണ അതിൻ്റെ നടുക്ക് കയറി ഒരു ഫോട്ടോ എടുക്കും, അതാണ് ഇവിടുത്തെ ഒരു പതിവ്. ഇതിൻ്റെ ഹോളോയില് ആണ് വന്നത്. ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് ഗസ് ചെയ്യോ? 900 years ഓൾഡാ ഈ ട്രീ. ഇതിന് ഭയങ്കര സ്പിരിച്വൽ ശക്തി ഉണ്ടെന്നാണ് പറയുന്നത് ഈ ട്രീക്ക്. സോ ഇറ്റ്സ് ആക്ച്വലി എ പ്ലേസ് ഓഫ് പ്രെയർ ആൻഡ് വേർഷിപ്പ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേതൊന്നും ചെയ്യില്ലല്ലോ, ലൈക്ക് മറ്റേ ഭയങ്കര പൂജ അതൊന്നും ഇല്ലല്ലോ. സോ ഇറ്റ്സ് എ വെരി ഹോളി പ്ലേസ്. എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്ന ഇവിടെയാണ്. സോ ഇത് ഇവിടെ ആരിവിടെ വന്നാലും ഇവിടെ വന്നിട്ടേ ബാക്കിയുള്ള എല്ലായിടത്തും കറങ്ങാൻ പോവുള്ളൂ, ലോക്കൽസ് എസ്പെഷ്യലി. അതൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രസൻസ് മാർക്ക് ചെയ്തിട്ട് പോയാൽ മതി. സോ അത് ഇത് നല്ല സാധനം കേട്ടോ. ഇത് ഞാൻ ജപ്പാനിൽ നിന്ന് വാങ്ങിയാന്ന് തോന്നുന്നു. നിങ്ങൾ വാങ്ങാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നോർത്ത് ഫേസ് എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട്. ലൈക്ക് നമ്മുടെ ഇപ്പം ഈ ഒരു സാധാരണ ഇപ്പോൾ ഈ CK അല്ലെങ്കിൽ ടോമി അങ്ങനത്തെ സാധനങ്ങളും ഡിക്കാത്ലോണും അങ്ങനത്തെ ഒന്നും വാങ്ങാതെ ഇതൊക്കെ ഒരെണ്ണം വാങ്ങിയുണ്ടല്ലോ. ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 3 degrees 4 degrees ആണ്. ജസ്റ്റ് ഒരു ലൈറ്റ് തേർമൽസും ഈ ഒരു ജാക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ ശരിക്കും. അപ്പോൾ നല്ലൊരു തേർമൽസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മൈനസിലേക്കൊക്കെ പോവാം ഇഫ് ഇറ്റ് ഇസ് നോട്ട് വിൻഡി. നല്ല സംഭവമാണ്. നോർത്ത് ഫേസ് എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡാണ്.
കൊളംബിയനെ കാട്ടി കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് പേഴ്സണലി തോന്നുന്നത് നോർത്ത് ഫേസ് ആണ്. സോ വിൻറ്റേഴ്സിനൊക്കെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നോർത്ത് ഫേസിൻ്റെ സാധനങ്ങൾ വാങ്ങാവേ. സോ ഇനി ഞാൻ പോയി കാർ എടുത്ത് നമുക്ക് നേരെ വൈനറി പോവാം. വൈൻ കുടിക്കാത്തവർക്ക് വൈനറി പോയി വൈൻ ടൂർ ചെയ്യാം. ഈ ഡോറൊക്കെ വന്ന് തുറക്കുന്നത് എപ്പോഴും ലെഫ്റ്റ് ആണെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു. അപ്പൊ ഇതാണ് ആക്ച്വലി ഇവിടെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ വൈനറി. ആക്ച്വലി ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഓപ്പൺ തോന്നുന്നു ഓഫ് സീസണിൽ. ഈ ഫ്രണ്ടിൽ കാണുന്നതൊക്കെ ശരിക്കും ഗ്രേപ്സിന്റെ ട്രീ ആണ്. ഇപ്പോഴും ഉണ്ട് കുറച്ച് ഗ്രേപ്സ്, പക്ഷെ കുറേയൊക്കെ ഡ്രൈഡ് ആയിട്ട് ഇരിക്കുവാണ്. ഷൂമി വൈനറി എന്നാണ് പേര്. സോ മേ ബി ഫസ്റ്റ് ടൈം വിസിറ്റിംഗ് വൺ ഓഫ് ദ മോസ്റ്റ് ഒത്തന്റിക് വൈനറീസ് ഇൻ ദ വേൾഡ്. നോക്ക് ഇതിൽ കാണാം ഷൂമി വൈനറി. ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഡ്രൈഡാണ് ഗ്രേപ്സ്. ഇങ്ങനെ ഗ്രേപ്സ് ക്രിസ്മസ് പോലെ ആയിപ്പോയി. നോക്ക് ഇതിന് ഓരോ റോയ്ക്ക് ഓരോ പേരാണ്. സോ ഐ തിങ്ക് സോ ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈനിന് വേണ്ടിയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രേപ്സ് ആയിരിക്കും ഇവിടെ വെച്ചിരിക്കുന്നത്. ഗ്രീന്, വൈറ്റ്, അതല്ലാതെ റെഡിൽ തന്നെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് കണ്ടോ. എല്ലാത്തിനും വേറെ വേറെ പേരാണ്. ആക്ച്വലി വൈനറി മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരു പാർക്ക് ഹോട്ടൽ ആക്ച്വലി വൈൻ ടൂർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ വെളിയിൽ ഇപ്പോഴത്തെ മോഡേൺ മാസ് പ്രൊഡ്യൂസിങ് വൈൻസ് ഒക്കെ ഇതുപോലെ സ്റ്റീൽ കണ്ടെയ്നേഴ്സിലാണ് നടക്കുന്നത്. അതിന് നേരെ അവർ നമ്മുടെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകും. സോ മ്യൂസിയത്തിൽ കുറച്ച് ഡിസ്പ്ലേസ് ഉള്ളൂ, ചെറിയ മ്യൂസിയം ആണ്. ആദ്യമേ അവർ കുറെ ടൈപ്സ് ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത്. ക്ലേ കപ്സിലൊക്കെയാണ് പണ്ടത്തെ ആൾക്കാർ വൈൻ കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദ അൾട്രാ റിച്ച് യൂസ് ടു ഡ്രിങ്ക് ഇൻ ദീസ് റിയൽ ഗോൾഡ് കപ്സ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് സിൽവർ കോട്ടിങ്. സിൽവർ കോട്ടിങ് എന്തിനാണെന്നറിയില്ല. നമ്മളിവരുടെ വൈൻ ചേംബറിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. $3,300 ഓൾഡ് ആയിട്ടുള്ള ആദ്യത്തെ ലാർജ് സ്കെയിൽ വൈൻ പോട്ട് പണ്ട്. എത്ര കൊല്ലപ്പോഴൊക്കെ? 150 ലിറ്റർ. 150 വർഷം അല്ല, 3000 വർഷം. അന്നൊട്ടേ വൈൻ കൂടി ഉള്ളതാണ് ഡാഡി. ഇത് താഴത്തെ വൈൻ സെല്ലറിലേക്ക് പോവാണ്. ബിഗ് ആണോ? ആൻഡ് വൈൻ ടൂറിൽ ഇൻട്രസ്റ്റിംഗ് ഭാഗം ഇതാണ്. ഇത് ആക്ച്വലി ക്ലേ പോട്ട്സ് ആണ്. ഈ ക്ലേ പോട്ട്സിലാണ് റിയൽ ജോർജിയൻ വൈൻ അന്നും ഇന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചെറിയ വുഡ് ഉപയോഗിച്ചിരിക്കുന്ന ഈ ബാരൽസിൽ ജസ്റ്റ് ക്ലോസ് ടു 2 months അവർ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. ആൻഡ് ഈ കാണുന്ന മെഷീനിലാണ് ബെസ്റ്റ് ജോർജിയൻ വൈൻ അവരുണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. ഇൻഫാക്റ്റ് അവർ പറയുന്നത് ഈ മെഷീനിൽ ഉണ്ടാക്കുന്ന വൈൻ, അറ്റ്ലീസ്റ്റ് ഈ ട്രഡീഷണൽ ജോർജിയൻ വൈൻ 50 ഗോൾഡ് മെഡൽസോളം കിട്ടിയിട്ടുണ്ട്. ഈവൻ എലീറ്റ് ആയിട്ടുള്ള മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഈ വൈൻ സെർവ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ബോട്ടിൽസിൽ അല്ലെങ്കിൽ അവരുടെ ബോട്ടിലിംഗ് സെൻറ്ററിലേക്ക് കൊണ്ടു. ഈ ബോട്ടിൽസ് ഇങ്ങനെ കമത്തി വെച്ചിരിക്കുന്നത് 2 ആഴ്ചത്തോളം കമത്തി വെക്കുമ്പോൾ ഈ അടിയിലുള്ള സെഡിമെൻറ്റ്സ് കാണും വൈൻ ബോട്ടിലിൻ്റെ, അതൊക്കെ ആ കോർക്കിലേക്ക് അബ്സോർബ് ആവും എന്നാണ് പറയുന്നത്. ഇവരെല്ലാ കുപ്പികളും വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഒരു ചാച്ചാന്ന് പറഞ്ഞ ഡ്രിങ്ക് ഉണ്ട്, അതെന്താണെന്ന് അറിയില്ല. എന്തായാലും ഇത്രയായിരുന്നു അവരുടെ ഒരു വൈൻ ടൂറ്. ചെറിയൊരു ടൂറാണ്. നമ്മളെ ഹിസ്റ്ററി, പിന്നെ ഇവരുടെ മേക്കിംഗ്, പഴയ മേക്കിങ്ങും പുതിയ മേക്കിങ്ങും, ഫൈനലി അവരുടെ വൈൻ റൂം. എന്തായി ഇത് വീഡിയോ കാണുന്നതാണ് നല്ലത്. അങ്ങനെ എക്സ്പ്ലനേഷൻ ഒന്നും മനസ്സിലാവുന്നില്ല, ഭാഷ മനസ്സിലാവുന്നില്ല. പകുതിയാണ് വിഴുങ്ങുകയാണ്, ഒന്നും പുറത്തേക്ക് വരുന്നില്ല വാക്കുകളൊന്നും. ഫെർമെന്റേഷൻ അത് മാത്രം ശരിക്കും മനസ്സിലായി. ആ വാക്ക് മാത്രം മനസ്സിലായി. എത്ര ആഴ്ചയുണ്ട് ഇതിന്? അതിനധികം ആഴ്ചയില്ല. പണ്ട് ഇവര് ക്ലേ പോട്ടിലായിരുന്നു ചെയ്തോണ്ടിരുന്നത്. അത്രക്കേ ഉണ്ടാവുള്ളൂ. ഭരണിയിലൊക്കെ ചെയ്യാറുണ്ട് പണ്ട്. അത് തന്നെ അന്ന് ക്ലേ. ഇവര് ഇപ്പോഴും ഒത്തന്റിക് വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയൻ വൈൻ എന്ന് പറഞ്ഞാൽ ക്ലേ പോട്ടിൽ ഉണ്ടാക്കണം. പക്ഷെ ഇപ്പം ഒരുപാട് ക്വാണ്ടിറ്റീസ് അതിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവര് ഇൻഡസ്ട്രിയലിലേക്ക്, ആ സ്റ്റീലിലേക്ക് പോയത്. നമ്മൾ ഭരണി ഉണ്ടാക്കിയാൽ തുണിയൊക്കെ വെച്ച് കെട്ടി വെക്കണം, അല്ലെങ്കിൽ അവര് പറഞ്ഞു ഇതിലും എയർ ഒരു തുള്ളി കയറാൻ പാടില്ല. അതാണ് എയർ തുണി വെച്ചാൽ കെട്ടി വെക്കുക. ഓപ്പൺ ചെയ്യുമ്പോഴേ പൂന്ന് വരും. ഞങ്ങൾ വീട്ടിൽ 2-3 പ്രാവശ്യം വലിയ ഭരണിയിലുണ്ടാക്കി. ആടാ, ഡാഡി ഫുൾ പഠിച്ചു കേട്ടാ വൈൻ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ 2 പ്രാവശ്യം ഹോസ്റ്റലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ വരാത്തത് നന്നായി. ഒന്നും മനസ്സിലാവില്ല ആർക്കും. അയാള് പകുതി അങ്ങ് വീഴുന്നു, ഒച്ചയുണ്ടൊന്നുമില്ല, ഒന്നും മനസ്സിലാവില്ല. ബേസിക്കലി അവർക്ക് ഒരു റൂട്ടീനായിട്ട് പഠിച്ചു വെച്ചു, അത്രേ ഉള്ളൂ. ഒരു പാഷനൊന്നും ഇല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്ത് അത്രേ ഉള്ളൂ. ഒരു ഇൻട്രസ്റ്റ് ഇല്ല ആൾക്ക്, ജസ്റ്റ് ജോലി ചെയ്ത് പോകുന്ന പോലെ, അത്രേ ഉള്ളൂ. അതന്നെ ഞാൻ പറഞ്ഞത്. ഇതിനെക്കാട്ടി ബെറ്റർ വൈൻ ടേസ്റ്റിംഗ് ചെയ്യാം. ആ ആന്റി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ പോലെ പറഞ്ഞു തരും.
പാഷനോടെ. അതെ, അത് കാണിച്ച നിസ്സാര സംഗതിയാണ്. ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കണത് ഗ്രേപ്സ്, ഷുഗർ, വാട്ടർ ആൻഡ് ഇത്രയും ബാർലി. ഈ ഏരിയ നന്നായിട്ടുണ്ട് കേട്ടാ. ഒരു പഴയ രീതിയിൽ പഴയ ആർട്ടൊക്കെ വെച്ച് ഒരു മോഡേൺ ഡൈനിങ് സ്പേസ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുക. നമുക്ക് പഴയ ബെഞ്ചിലും ഒക്കെ രീതിയിൽ എല്ലാം പുതിയതാണ്, പക്ഷെ പഴയ രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ. ഇരിക്കുന്നത് ആർക്കും വൈനിനെ കുറിച്ച് ഒന്നും ഐഡിയ ഇല്ല എന്നറിയാം. അപ്പൊ ഇത് വൈൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ലോകമാണ്, അറിയോ? വലിയൊരു ലോകമാണ്. അതിൻ്റെ ഒരു ലൈക്ക് അത്രയും ഒരു കോണിഷ്യസ് ഉണ്ട്. വൈൻ കളക്ടേഴ്സ് ഉണ്ട്, വൈനിന് പല ടേസ്റ്റ് ഉണ്ട്, പല രീതിയിലുള്ള പല പെയറിംഗ് ഉണ്ട്. ഗോച്ചി സ്വീറ്റ്സിൻ്റെ കൂടെ കഴിക്കുന്ന വൈനുണ്ട്, മീറ്റിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട്. അതെ, ഫ്ലോ പോയി. ഈ വേദം ഇടയ്ക്ക് വെച്ച് ഇന്റർനെറ്റ് ഇല്ല. വൈഫൈ. അപ്പൊ വൈന് പല രീതിയിലുണ്ട്, നമുക്കൊന്നും അറിയില്ല. അപ്പൊ അവരിപ്പോ പറഞ്ഞു 2 യൂറോപ്യന് 2 ജോർജിയൻ വൈൻസും ടേസ്റ്റിംഗ് തരാം, പ്ലസ് ഒരു ചാച്ച. എന്താന്ന് എനിക്കും അറിയില്ല. അപ്പൊ ഇത്രയും എല്ലാരും ഇത് അപ്പൊ വരുമ്പോ അറിയാം. അപ്പൊ ഇത് അതെ. അപ്പൊ ഡാഡി വൈന് ഒറ്റയടിക്ക് കുടിക്കരുത്, നമുക്ക് ടേസ്റ്റ് ചെയ്യണം. ഡാഡി സിപ്പ് ചെയ്തും കുടിക്കണ്ട, ഒരു സിപ്പ് എടുത്തിട്ട് ഞങ്ങൾക്ക് തരുമോ? സിപ്പ് ചെയ്ത് കുടിക്കണം. ആദ്യം വൈൻ ഗ്ലാസ് കൊണ്ടുവരുമ്പോ ഫസ്റ്റ് നമ്മൾ സ്മെല്ല് ചെയ്യുക. അല്ല, ഫസ്റ്റ് സ്വോൾ ചെയ്യണം. സ്മെല്ല് ചെയ്തിട്ടാണ് അത് സ്ലോ ചെയ്യുക, പിന്നെ സ്ലോലി കുടിക്കും. പക്ഷെ ഇതിനൊക്കെ ഓരോ കാര്യമുണ്ട്, അതൊക്കെ അറിയാം എന്തിനാന്ന്. അതൊന്നും എനിക്കും അറിയില്ല, ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്ന മാത്രം അറിയാം. അപ്പൊ എല്ലാം കുറച്ചേ ഉള്ളൂ, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഡാഡി അഭിപ്രായം പറ. ഡാഡിക്ക് ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഒരു അതെ, ഈ വൈൻ ടേസ്റ്റേഴ്സിനൊക്കെ ഉണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്ത അഭിപ്രായം പറയുന്നവർക്കൊക്കെ കോടിക്കണക്കിന് ശമ്പളം. അതെ, ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യുന്നവർക്കുണ്ട്, അറിയോ? ഐസ്ക്രീം ബെൻ ആൻഡ് ജെറീസ് എന്ന് പറഞ്ഞ ഐസ്ക്രീം, അവിടെ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ജോലിയുണ്ട്. എന്നിട്ട് ആ ഫ്ലേവർ അവർ അപ്രൂവ് ചെയ്താലേ മാർക്കറ്റിലേക്ക് ഇറങ്ങുള്ളൂ. അവര് വൈന് ഞാൻ പറഞ്ഞില്ലേ നല്ല റിച്ച് ആണെന്നൊക്കെ കാണിക്കാനായിട്ട് നമ്മൾ ഫ്രഞ്ചുകാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ലിബിനൊക്കെ വൈൻ വിത്ത് സം സ്നാക്സ് ഒക്കെ. സോ ഇതിൽ മറ്റേ ചുർക്കലയുണ്ട്, അതുപോലെ തന്നെ റേസിൻസ്, ബ്രെഡ്, ഗൂദ ചീസ്. ഇതിപ്പോ തുടരുത്, വൈൻ ഒരു സിപ്പ് ചെയ്തിട്ടാണ് ഇത് കഴിക്കേണ്ടത്. അതാ പറമ്പിന്ന് പറിച്ചോണ്ട് വന്നായിരിക്കും. കഴിച്ചോ ഡാഡി? ചുർക്കല്ല അല്ലേ? അത് വാങ്ങിക്കൊണ്ട് വേണമെങ്കിൽ നാട്ടിൽ പോവാം, കേടാവില്ല. ചാച്ചയും 4 ടൈപ്പ് ഓഫ് വൈൻസും വന്നിട്ടുണ്ട്. സോ ഇത് യൂറോപ്യൻ സ്റ്റൈൽ വൈനാണ് ഡാഡി. ചിയേഴ്സ് ടു ജോർജിയ. കുറച്ച് പിയേഴ്സ്, ആപ്പിളിന്റെ സ്ട്രോങ് ആ? സ്വീറ്റേ കാണില്ലല്ലോ. ആണോ? എന്നാ ഡാഡി അഭിപ്രായം പറ. എന്തേ? തീർക്ക്. ജോർജിയൻ വൈനാണ്. ജോർജിയൻ വൈനിൽ ആ ബോട്ടിലില് ക്ലേ പോട്ടിന്റെ സൈൻ കാണും, കണ്ട? ബോട്ടിലിൽ ക്ലേ പോട്ടിന്റെ സൈൻ കാണും. ഇതിന്റെ കളർ കുറച്ച് വ്യത്യാസമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ ആൾക്കാർ ഇത് എൻജോയ് ചെയ്യുന്നു സത്യമായിട്ടും. ഡാഡി കിക്കായത് നമുക്ക് പറ്റിയ പണിയല്ലാതെ എനിക്ക് മനസ്സിലായി. കണ്ട പരീക്ഷയ്ക്ക് ടെസ്റ്റ് എഴുതുന്ന പോലെ ഉണ്ട്. വേണമെങ്കിൽ മധുരത്തിൽ ഇതെടുത്ത് കഴിച്ചോ. ഇതാ എനിക്ക് പറ്റത്തുള്ളൂ. എന്തേ? കുറച്ചും കൂടെ സ്മൂത്താ. ജോർജിയനാ, അത് ക്ലേ പോട്ടിൽ വെച്ച് ഉണ്ടാക്കുന്ന വൈനാ. ആ, വലിയ കുഴപ്പമില്ല. ചെറി, ബ്ലാക്ക്ബെറിയുടെ ഒക്കെ ഫ്ലേവർ ആണ്. യൂറോപ്യൻ വൈനാണ്. എന്നാ അത് റെഡ്, അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കാനാ സാധ്യത. ഡാഡി കുടിക്കുന്നത്
എന്തേ കൊള്ളാവോ? ഇതിൽ ഏതാ ഇപ്പൊ ഡാഡിക്ക് ഇഷ്ടപ്പെടുന്നത്? എന്താ അമ്മേ, എന്താ പറയാൻ വന്നല്ലോ? എല്ലാം കുടിക്കും. ഇത് വൈനൊക്കെ കുടിച്ച് ഡാഡി ഒരു വരവുണ്ട് മമ്മിയുടെ അടുത്ത്. ഫൈനലി ഇവരുടെ ജോർജിയൻ റെഡ് വൈൻ ആണ് ഏറ്റവും ഇന്റൻസ് ആണ് പറയുന്നത്. നമുക്കൊന്നും പറ്റില്ല കേട്ടോ. ഇത് നമ്മളെ ഈ നാട്ടിൽ വെറുതെ വൈൻ എന്ന് പറഞ്ഞ് കുടിക്കുന്നതേ ഭയങ്കര വ്യത്യാസമുണ്ട്. ഭയങ്കര കട്ടിയാ ഇവിടുത്തെ വൈനുകൾക്ക്. നാട്ടിൽ നമ്മള് ജ്യൂസാ ശരിക്കും വൈൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. നാട്ടിൽ കുടിക്കുന്നതെല്ലാം ഭയങ്കര മധുരം, ഇതിനൊന്നിനും മധുരം ഇല്ലല്ലോ. ഇവരുടെ വേറെ ഒരു സംഭവമാണ് ചാച്ച എന്ന് പറയുന്നത്. ഇവരുടെയും ഇതും ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് എന്താ സംഭവം എന്നറിയില്ല. ഡാഡി എന്തായാലും ഒരു ഷോട്ട് എടുത്ത് അടിച്ചോ. അപ്പൊ ഡാഡി ചിയേഴ്സ് ടു ജോർജിയ. ചിയേഴ്സ്. സ്ട്രോങ് ആണ്. ഓ വെരി ഗുഡ് ആടാ. അഭിപ്രായം ഏതാ ഏറ്റവും ബെസ്റ്റ്? അവസാനം കുടിച്ചു തോന്നുന്നു ഫോമാവോ? എല്ലാം നല്ല 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 വൈനാണ്. ഒന്നിലും മധുരം ഇല്ല. മമ്മി ഒരെണ്ണം, ഒരു ചാച്ച. ഞാൻ വിചാരിച്ചു നാട്ടിൽ പോയിട്ട് ചാച്ച അടിക്കാം. ഇവരടിച്ചാലേ നമ്മൾ കറങ്ങി അടിച്ച് കടന്നു പോകും. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, അത് ഇവിടെ ജോർജിയയിൽ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആയിട്ട് എൻജോയ് വൈൻ. ആൻഡ് വൈനൊക്കെ ശരിക്കും ലൈഫിൻ്റെ ഒരു പണ്ടുവത്തേ ഉള്ളൊരു ഭാഗമാണല്ലോ. പക്ഷെ എനിക്ക് എത്ര നോക്കിയിട്ടും എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ്. മേ ബി ബിക്കോസ് ഓഫ് ദ ടേസ്റ്റ്. ഈ വൈന് ഒട്ടും പറ്റുന്നില്ല. ആൽക്കഹോൾ വൈൻ എനിക്ക് ഒട്ടും പറ്റില്ല, എൻ്റെ ബോഡി കെമിസ്ട്രി ആയിട്ട് പറ്റില്ല. പക്ഷെ വൈൻ അറ്റ്ലീസ്റ്റ് ഐ വോണ്ടഡ് ടു ട്രൈ ബിക്കോസ് നല്ലതാണ് ഈ വൈനും മീറ്റും പെയറിംഗ് ഒക്കെ. പക്ഷെ ഇറ്റ്സ് സോ ബിറ്റർ ആൻഡ് യക്ക് ടേസ്റ്റിംഗ് ഫോർ മീ. ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. എന്തായാലും ഇത് ഇവിടെ തന്നെ ഒരു വൈൻ ഷോപ്പ് ഉണ്ട്. പക്ഷേ ഷൂമി വൈനറിയുടെ ഇവരുടെ സർവീസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഗൈഡ് വെറുതെ ഒരു തട്ടിപ്പായിരുന്നു. വൈൻ ടേസ്റ്റിംഗ് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാം. ഇറ്റ്സ് അമേസിങ്. ആൻഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വാങ്ങാനും സൗകര്യമുണ്ട്. ഡാഡി പറയരുത്. ആരോട് പറയരുത്? ആരോടും. എല്ലാരും ചോദിക്കും ജോർജിയ പോയ വൈൻ ടേസ്റ്റ് ചെയ്തില്ലേ എന്ന്. ഡാഡി വൈനും ചാച്ചയും ടേസ്റ്റ് ചെയ്തു എന്ന് പറയണം കേട്ടാ. എന്നിട്ട് ജോർജിയന്ന് ജോർജിയന്ന് വൈനും വാങ്ങിന്ന് പറയണം. നമ്മുടെ റൂട്ടീനൊക്കെ തെറ്റാണ്. ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ആയി. ഞങ്ങൾ 5 പേര് ആക്ച്വലി അഡ്ജസ്റ്റഡ് ആണ്. വേദുവിന് മാത്രം ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ്, ഹെൽത്തി സ്നാക്സ് കൊടുത്തുകൊണ്ടിരിക്കും. ഞങ്ങളിപ്പോൾ ദേ സമയം 4 മണിയായി. ഇപ്പോഴാണ് ഞങ്ങളുടെ ലഞ്ച് ടൈം. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിറങ്ങിയപ്പോഴേക്കും 11 മണിയായി. എല്ലാത്തിനും ലേറ്റ് ആക്കുന്നത് വെള്ളത്തൊപ്പി. വേദു അല്ല അമ്മ. റിയാക്ട് ചെയ്യാം. വേറൊരു കാര്യം അറിയോ? വൈനറി ഉണ്ടല്ലോ ക്ലോസ് ടു എത്ര ഇയേഴ്സ് ആണെന്ന് എനിക്ക് അറിയില്ല. ക്ലിയോപാട്രനെ കേട്ടിട്ടുണ്ടോ? അത് തന്നെ ക്ലിയോപാട്രയും 12 പെണ്ണുങ്ങള് ഈജിപ്തിന്ന് നടന്ന് ഇവിടെ വന്ന് 1 മാസോ 32 ഡേയ്സ് കണ്ട് സ്റ്റേ ഇവിടെ നടന്നു വന്ന്. അതെനിക്കറിയില്ല. വന്ന് സ്റ്റേ ചെയ്ത് 32 ഡേയ്സ് ഇവിടുത്തെ വൈൻ മാത്രം കുടിച്ച് ജീവിച്ചിട്ടുണ്ട്. 32 ഡേയ്സ് ക്ലിയോപാട്ര. ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ടല്ലോ. ഓൺലി വൈൻ ഫോർ 32 ഡേയ്സ്. അത് അവിടെ നിന്ന് ഷീ ആൻഡ് 12 ഓഫ് ഹർ എന്താ പറയുന്ന ആ ഫ്രണ്ട്സ് അല്ല, മെയ്ഡ്സ് പോലത്തെ ലേഡീസ് നടന്നു വന്ന് ഇവിടെ വന്ന് കുടിച്ചിട്ടുണ്ട്. പിന്നെ അന്ന് ക്ലിയോപാട്ര എന്നാ ഉള്ള പ്രിയ? അപ്പൊ ഇന്നത്തെ തള്ളു വിശ്വസിച്ചല്ലോ. അപ്പൊ ഇന്നത്തെ ഡാഡിയും വിശ്വസിച്ചു കേട്ടല്ലോ. ഇത് മമ്മിക്കും ഇത് വിശ്വസിച്ചു. പിന്നെ എന്നിട്ട് 30 ദിവസം വൈൻ എല്ലാം വിശ്വസിക്കണം. എല്ലാം ഇനി ഡാഡിക്ക് അടുത്ത ഗൂഗിൾ ചെയ്യണമെന്ന് ക്ലിയോപാട്ര വൈൻ കുടിക്കുമെന്ന്. ഈ ടൈമിലൊക്കെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതുപോലത്തെ ബേക്കറി ആൻഡ് കഫേസ് ആണ്. ദിസ് ഓൾസോ ലുക്ക് സോ ഗുഡ്. ഒരു കോർണർ ഓൺ ദ മെയിൻ സ്ക്വയർ ഇതുപോലത്തെ ഒരു കഫേ കാണാം. ക്രിസ്മസ് ഇസ് ഹിയർ.
ഇവിടുത്തെ ഗ്രാമങ്ങളിലും നല്ല കഫേസ് ഉണ്ട്. അടക്ക് ആ മണം കണ്ട കേറുമ്പോ തന്നെ പ്ലം കേക്കിന്റെ മണം. എങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നു പ്രിയ? എങ്ങനെ ഇതുപോലെ ഒരു ഭാര്യനെ കണ്ടുപിടിച്ച ചോദ്യം. ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. പേസ്ട്രീസ് നോക്ക്. Bakery is amazing, extremely value for money. All these are pies. Pies എന്നാണ് ഇവിടെ പറയുന്നത്. So potato, mushroom, ham and cheese. You got burgers, all freshly baked. എനിക്ക് ജോർജിയൻ ഫുഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. ഇവരുടെ പൈസ് ആണ്. അതുപോലെ തന്നെ got some gorgeous salads here. Beautiful salad, chicken, nuggets, kebabs. അതല്ലാതെ നല്ല കിഡിലൻ ക്രോസാൻസും നല്ല റിച്ച് സിനമൺ കേക്ക്സും. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് പ്രോപ്പർ ഫ്രഷ്ലി ബേക്ഡ് ഗുഡ്നെസ്. ഇതെല്ലാം നോക്ക്, ഒരു അടിപൊളി സ്ഥലമായി എന്തായാലും ഡിസ്കവർ ചെയ്ത്. ഞാൻ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നോക്ക് ആ സോസേജിൻ്റെ അകം ഒന്ന് കാണിച്ചു പറയാം. എന്ത് ഫ്ലേക്കി പേസ്ട്രി എന്നറിയാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി എന്തോരം ഫ്ലേവർഫുള്ളാണ് ഇവരുടെ. ആ ബീഫിൻ്റെ ഫ്ലേവറാണ് ആ സോസേജിൻ്റെ ഒക്കെ. പിന്നെ ഭയങ്കര പെർഫെക്റ്റ് ബേക്കിങ്ങും. ഈ ജ്യൂസ് എല്ലാവർക്കും ജ്യൂസ്, വേദൂനും ജ്യൂസ്. ബർഗറിന്റെ ക്വാളിറ്റി വേണ്ട. ഹോം മെയ്ഡ് ബൺ ഇറ്റ്സ് എ ബിഗ് പ്ലസ്. അകത്ത് കാര്യമായിട്ട് ഒന്നുമില്ല കേട്ടോ. ആ ഒരു പ്ലെയിൻ ബർഗറിന്റെ ക്വാളിറ്റിയാണ്. പ്രോപ്പർ നൈസ് ചീസ്, സം മയനീസ്, സം പിക്കിൾസ് ആൻഡ് എ പാറ്റി ആൻഡ് എ ലെറ്റസ്. ഇത്രേ ഉള്ളൂ. പക്ഷെ എന്തൊരു വെൽ ടോസ്റ്റഡ് ക്രിസ്പി ബണ്ണാണെന്നറിയോ. ഡെസേർട്സ് ഒക്കെ കഴിക്കണമെന്നുണ്ട്. ഓൾ ആർ ഫ്രഷ്ലി മെയ്ഡ് ഇൻ ഹൗസ്. ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ഡെസേർട്സ് ആണ്. ലൈക്ക് വെരി ഡെക്കഡ്. പക്ഷെ കഴിക്കാൻ വയ്യ, എന്താണെന്നറിയില്ല. ഈയിടെയായിട്ട് കഴിപ്പൊക്കെ ഭയങ്കര കുറവാണ്. ആ ചോക്ലേറ്റ് കേക്കൊക്കെ സ്ലൈസ് വെക്കും. ഒരു സ്ലൈസ് തന്നെ നമുക്കൊന്നൊരു 300-400 ഗ്രാം കാണുമേ. തിരിച്ചൊന്ന് റൂമിൽ പോയി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നേരെ നമുക്ക് ക്രിസ്മസ് എന്താ ഇന്നലെ അല്ല ക്രിസ്മസ് ലൈറ്റിംഗ് അപ്പ് നടക്കുന്നതെന്നാണ്. സോ ഇറ്റ് വിൽ ബി കൈൻഡ് ഓഫ് ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഹോപ്പ്ഫുള്ളി അത് ഇന്ന് തന്നെ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഹോട്ടലുണ്ടല്ലോ ജസ്റ്റ് പെർഫെക്റ്റ് ലൊക്കേഷനാണ്. പള്ളി ഞാൻ പറഞ്ഞില്ല രാവിലെ കാണിച്ചാണ്. പള്ളിയുടെ സൈഡിലുള്ള ആ കാണുന്ന നമ്മുടെ ഹോട്ടല് കറക്റ്റ് ഇവിടുന്ന് മാക്സിമം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിൽ നമുക്ക് ഫുൾ ഏരിയ കവർ ചെയ്യാൻ പറ്റും. സോ മെയിൻ ഏരിയയിൽ കുറച്ച് മാറിയാണ് സൈലൻറ്റ് പാർക്കിംഗ്, ആംപിൾ പാർക്കിംഗ് കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഭൂമി വന്നത് ഡാഡിക്ക് ഇറ്റാലിയൻ എസ്പ്രസോ ഇട്ട് കൊടുക്കാനാണ്. ഡാഡി ഇത്ര നാളും കേട്ടത് പഠിപ്പിക്കാനാണ്. എന്നിട്ട് വേണം റൂം ഞങ്ങളുടെ വീട്ടിലുണ്ട്. എന്നിട്ട് വേണം ഞാൻ വാങ്ങിച്ചു വയ്ക്കാം വീട്ടില്. ഞങ്ങളുടെ വീട്ടിലുണ്ട്. എങ്ങനെയുണ്ട്? വെരി ഗുഡ് കോഫി. ഓ ഇനിയിപ്പം വാങ്ങി വെച്ചാലോ ഒരെണ്ണം. ഞാന് ചായ സാധാരണ കുടിക്കാറ്. പക്ഷെ ഇവിടെ വന്നാ കോഫി കുടിക്കും. ബ്ലാക്ക് ടീ ആദ്യം കൊടുക്കും, കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചാൽ ഗ്രീൻ ടീ കുടിക്കും. വൈകുന്നേരം ബ്ലാക്ക് ടീ. പാൽ ഉപയോഗിക്കാറേ ഇല്ല. ഇവരൊക്കെ ലാക്ടോസ് ഇൻടോളറന്റ്. കണ്ടൻസ് മിൽക്ക് ഉപയോഗിക്കോ? പാല് ഉപയോഗിക്കില്ല എന്ന് പറയുമ്പോ കണ്ടൻസ് മിൽക്ക് ഉപയോഗിക്കും. ഷുഗറും കൂടെ. ഇവിടെ കണ്ടൻസ് മിൽക്ക് 2 ടിന്ന് ഒറ്റയടിക്ക് തീർക്കും. അതാണ് ഞാൻ. അതിനെക്കാട്ടില് കണ്ടൻസ് മിൽക്ക് കുക്കറിൽ ഇട്ടിട്ടേ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് പൊട്ടിക്കാൻ പാടില്ല. ടിന്ന് പൊട്ടിക്കാനേ പാടില്ല. എന്നിട്ട് അതിനകത്തോട്ട് ഒഴിച്ച് വെള്ളം തിളപ്പിച്ച് കുക്കറിനകത്ത് ഇടണം. എന്നിട്ട് വെയിറ്റ് ഇടണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞെടുത്ത് നോക്കിയാൽ എന്താ ടിൻ പൊട്ടിത്തെറിക്കും. മിൽക്ക് ചോക്ലേറ്റ് മമ്മി ടിൻ പൊട്ടിക്കില്ലേ? പൊട്ടിക്കരുത്. ലാസ്റ്റ് ആരെങ്കിലും പ്രഷർ കുക്കർ പൊട്ടിച്ചെറിച്ച് മരിക്കും കേട്ടോ ഇത് കേട്ടിട്ട്. അല്ല ഞാൻ ടിവിയിൽ വെറുതെ കേട്ടാ കണ്ട അതൊക്കെ വല്ല കോളൊക്കെ ഇട്ടിട്ടായിരിക്കും. ഇനി അടുത്ത അരമണിക്കൂറിലേക്കുള്ള ആർഗ്യുമെന്റ് ആയി. അപ്പൊ അരമണിക്കൂറിന് ശേഷം കാണാവേ. ഇവിടെ ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാവട്ടെ. അപ്പം ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങിയില്ല. മടികൊണ്ടല്ല. പക്ഷെ ഇന്നല്ല ഈ ക്രിസ്മസ് ട്രീ ലൈറ്റിംഗ്. അത് ആക്ച്വലി ഫുൾ ജോർജിയയിൽ ഒരു ദിവസമാണ്. അത് നാളെയാണ്. സോ അതെന്തായാലും കവർ ചെയ്യും. പക്ഷെ അതല്ലാതെ നാളെ നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വില്ലേജ് ഓഫ് ലവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇറ്റ്സ് ലൈക്ക് എ വെരി റൊമാൻറ്റിക് പ്ലേസ്, വെരി ബ്യൂട്ടിഫുൾ. ഒരു ഇറ്റാലിയൻ വില്ലേജ് എന്നാണ് പറയുന്നത്. സോ എന്തായാലും നാളെ അങ്ങോട്ട് പോകണം. സോ ഗ്രാമത്തിനുള്ളിലൊരു ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പോകുന്നതായിരിക്കും. ഹോപ്പ്ഫുള്ളി യു ലവിങ് ദീസ് വ്ളോഗ്സ്. എന്തായാലും നമ്മൾ വേറൊരു അടിപൊളിയായിട്ട് വ്ളോഗായിട്ട് നാളെ വരാം. സോ അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. സോ ദാറ്റ് ഫ്യൂച്ചർ വ്ളോഗ്സ് നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ എൻ്റർടൈനിങ് കണ്ടൻറ്റ് കൊണ്ടുവരാൻ പറ്റും. ബൈ.